Hi guys, welcome to Arteasy. In Arteasy നമ്മൾ നല്ല കപ്പയും മീൻതല മറ്റേ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മീൻതല കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൊള്ളത്തില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ നെയ്മീൻ ചൂരേൻ്റെ തലയാണ്. അപ്പം ഫിഷ് മാർക്കറ്റിൽ തന്നെ വെച്ചിട്ട് അവർ നമുക്ക് കട്ട് ചെയ്ത് തന്ന് ഒരുപാട് ചെറിയ പീസല്ല, ഒരു ആവറേജ് പീസിൽ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ. നെയ്മീൻ്റെ തല, നെയ്മീൻ ചൂരയുടെ തലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ സ്കിന്നും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. നല്ല ഫ്രഷ് ആയിരുന്നു മീൻ. പിന്നെ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാന്താരിയും കുരുമുളകുമാണ് എരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയുള്ള സംഭവം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് കരിയാപ്പലയും. അപ്പോൾ ആദ്യമേ നമ്മൾ കാന്താരിയൊക്കെ ഓൾറെഡി ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതയ്ക്കുക, ചെറിയ ഉള്ളി നല്ലതായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതുമ്പോൾ നമ്മൾ ചട്ടിയിൽ നോർമലി കൊച്ചുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇടിച്ചത്, പിന്നെ കാന്താരിയാണല്ലോ നമ്മുടെ താരം. അപ്പോൾ കാന്താരി, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ചട്ടിക്കകത്ത് ഇടുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കാരണം എല്ലാം നല്ലതായിട്ട് മിക്സായി കിട്ടണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പും മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നല്ല റെഡ് കളറിൽ കറി കാണാൻ വേണ്ടി. ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് നല്ല സ്പൈസിയാണ്. കാന്താരിയും കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് ഓൾറെഡി സ്പൈസിയാണ്. പിന്നെ ഇത്തിരി കളർ വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുക. പിന്നെ ഇത് 1 ഗ്ലാസ് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതൊഴിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ല. ഈ പുളിയുടെ വെള്ളവും ഈ ഉള്ളിൻ്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ ഫിഷ് വേവാനായിട്ട്. അല്ല നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല മിക്സായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല നീറ്റായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ അകത്ത് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് കരിയാപ്പലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇനി ഗ്യാസിലോട്ട് വെക്കുക. ഒരു 20 മിനിറ്റിനുള്ളിൽ മീൻ തല സെറ്റാവും. ഓൾറെഡി നമ്മൾ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിനകത്ത് കരിയാപ്പലയും പിന്നെ മറ്റേ വറ്റൽമുളകിൻ്റെ പൊടിച്ചത് അതും കൂടി ഇട്ടതിന് ശേഷം നല്ല പുഴുങ്ങിയ കപ്പ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഷുവറായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മീൻ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. പിന്നെ കപ്പ പൊള്ളിയാണ്, കഴിച്ച് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കാതെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, പിന്നെ ലൈക്ക് ചെയ്യണം. താങ്ക് യു.